മലയാള സിനിമയിൽ ഒരുപാട് പ്രഗത്ഭരായ സംവിധായകർ അവർ ചെയ്ത ചിത്രങ്ങളുടെ മേന്മകളുടെ പേരിൽ ഓർമ്മിക്കപ്പെടാറുണ്ട്. ഒരു സംവിധായകൻ മലയാളത്തിൽ 141 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഒരു വർഷം 15 സിനിമകൾ സംവിധാനം ചെയ്തു. ഒരേ നായകനെ വെച്ച് 84 സിനിമകൾ സംവിധാനം ചെയ്തു. ആ സംവിധായകനെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നമ്മൾ ഓർക്കാറുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ആ സംവിധായകന്റെ പേരാണ് ശശികുമാർ. ഒരു സംവിധായകൻ, ഒരു സംഘാടകൻ, ഒരു അച്ചടക്കത്തിന്റെ പ്രതീകം, മലയാള സിനിമയുടെ സുവർണകാലം സ്വന്തം ചുമലിൽ താങ്ങി നിർത്തിയ നിശബ്ദ പോരാളി. അതാണ് ശശികുമാറിന്റെ കഥ. കേരളത്തിലെ ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ശശികുമാർ ജനിച്ചത്. നമ്പ്യാത്തിശ്ശേരി NL വർക്കിയുടെയും മറിയയുടെയും മകനായ വർക്കി ജോണിന്റെ സിനിമ പേരാണ് ശശികുമാർ. സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുടുംബം. പക്ഷെ വിധി അദ്ദേഹത്തിനായി മറ്റൊരു വഴി ഒരുക്കിയിരുന്നു. ചെറുപ്പം മുതൽ തന്നെ പുസ്തകങ്ങളോടും നാടകങ്ങളോടും അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പഠിച്ചത് കൊച്ചിയിലെ തേവര സേക്രഡ് ഹാർട്ട് കോളേജിലാണ്. അവിടെ നിന്ന് എക്കണോമിക്സിൽ ബിരുദം നേടി. എന്നാൽ പഠനത്തിനൊപ്പം മറ്റൊരു ലോകം അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നു. വേദി, കോളേജ് നാടകങ്ങൾ, പ്രത്യേകിച്ച് ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ. ആ കഥാപാത്രങ്ങളായി അദ്ദേഹം ജീവിച്ചു കാണിക്കുമായിരുന്നു. സംസാര രീതി, ശരീരഭാഷ, വികാര പ്രകടനം ഇവയെല്ലാം കണ്ടവർ ഒരു കാര്യം പറയുമായിരുന്നു: ഈ ചെറുപ്പക്കാരന് അഭിനയിക്കാൻ അസാധാരണമായ കഴിവുണ്ട്. ആ വാക്കുകൾ വെറുതെയായിരുന്നില്ല. കാരണം ആ പ്രേക്ഷകരുടെ കൂട്ടത്തിൽ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിയ ഒരു നിർമ്മാതാവ് ഉണ്ടായിരുന്നു, കുഞ്ചാക്കോ മുതലാളി. നാടകം കഴിഞ്ഞു ശശികുമാറിന്റെ അടുത്ത് വന്ന് കുഞ്ചാക്കോ ചോദിച്ചു ഒറ്റ ചോദ്യം: സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? ആ ചോദ്യം ശശികുമാറിന്റെ ജീവിതം മാറ്റിമറിച്ചു. ചെറിയ ഓഫറൊന്നും ആയിരുന്നില്ല കിട്ടിയത്. അന്നത്തെ സൂപ്പർ സ്റ്റാർ പ്രേം നസീറിന്റെ വില്ലനായി വിശപ്പിന്റെ വിളി എന്ന സിനിമയിൽ ഉഗ്രൻ ഒരു വേഷം. അതിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം ആ സിനിമയിൽ നടന്നു. പ്രേം നസീറും ശശികുമാറും തമ്മിൽ ചിത്രീകരിച്ച സംഘട്ടന രംഗം ഡ്യൂപ്പില്ലാതെ അക്കാലത്ത് അത് വളരെ അപൂർവമായിരുന്നു. റിസ്ക് നിറഞ്ഞ ആ രംഗം ഇരുവരും സ്വയം ചെയ്തു. അഭിനേതാവ് എന്ന നിലയിൽ ശശികുമാറിന്റെ ധൈര്യവും ആത്മവിശ്വാസവും സിനിമാ ലോകം ആദ്യമായി കണ്ടത് അപ്പോഴാണ്. ആദ്യ സിനിമയ്ക്ക് ശേഷം അഭിനയാവസരങ്ങൾ വന്നു. കുഞ്ചാക്കോ മുതലാളിയുടെ നിരവധി ചിത്രങ്ങളിൽ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു. പക്ഷെ അഭിനയത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തെ ആകർഷിച്ചത് ക്യാമറയ്ക്ക് പിന്നിലെ ലോകമായിരുന്നു. ഒരു സിനിമ എങ്ങനെ ജനിക്കുന്നു, സംവിധായകൻ എങ്ങനെയാണ് ഒരു രംഗം ഒരുക്കുന്നത്, ഒരു കഥ എങ്ങനെയാണ് ദൃശ്യമായി മാറുന്നത്, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി അദ്ദേഹം സംവിധാന വിഭാഗങ്ങളിലേക്ക് മാറി. കുഞ്ചാക്കോ മുതലാളിയുടെ വിശ്വസ്തനായ സഹസംവിധായകനായി. സിനിമയുടെ ഓരോ രഹസ്യവും അദ്ദേഹം അവിടെ നിന്ന് പഠിച്ചു. സ്ക്രിപ്റ്റ്, ഷോട്ട് ഡിവിഷൻ, ആർട്ടിസ്റ്റുകളെ നിയന്ത്രിക്കൽ, ഷൂട്ടിംഗ് പ്ലാനിംഗ് എല്ലാം. ആ പരിശീലനം പൂർത്തിയായപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റൊരാൾ കൂടിയെത്തി. മലയാള സിനിമയുടെ മഹാനായ നിർമ്മാതാവ് P. സുബ്രഹ്മണ്യം, മെരിലാൻഡ് സ്റ്റുഡിയോയുടെ അമരക്കാരൻ. ശശികുമാർ പിന്നീട് അദ്ദേഹത്തിന്റെ സംവിധാന സഹായിയായി പ്രവർത്തിച്ചു. പക്ഷേ അത് വെറും ജോലി ബന്ധമായിരുന്നില്ല. P. സുബ്രഹ്മണ്യത്തിന് ശശികുമാർ ഒരു മകനെ പോലെയായിരുന്നു. ശശികുമാറിന് അദ്ദേഹം ഒരു പിതൃതുല്യനായ ഗുരുവും. സിനിമയെ വെറും തൊഴിലാളിയായല്ല, ഒരു അച്ചടക്കമായി കാണാൻ അദ്ദേഹം പഠിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അതിനിടെ മറ്റൊരാൾ ശശികുമാറിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആദ്യ സിനിമയിൽ നായകനായി അഭിനയിച്ച വ്യക്തി, പിന്നീട് മലയാള സിനിമയുടെ നിത്യഹരിത നായകനായി മാറിയ പ്രേം നസീർ. ഈ സൗഹൃദമാണ് പിന്നീട് മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതിയത്. ജീവിതത്തിൽ ചില മനുഷ്യർ അവസരങ്ങൾ കാത്തിരിക്കില്ല, അവർ അവസരങ്ങളെ തേടിപ്പോകും. ശശികുമാറും അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. 1960കളുടെ തുടക്കം. മലയാള സിനിമ പതുക്കെ മദ്രാസിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. സുഹൃത്ത് പ്രേം നസീർ ഒരു ഉപദേശം പറഞ്ഞു: നിങ്ങൾ മദ്രാസിലേക്ക് വരൂ, ഇനിയുള്ള കാലം നിങ്ങൾ അവിടെയാണ് ശരിക്കും പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ശശികുമാർ മദ്രാസിലെത്തി. തോമസ് പിക്ചേഴ്സ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്തു. 2 സിനിമകളിൽ അദ്ദേഹം സഹസംവിധായകനായി പ്രവർത്തിച്ചു. ഒന്ന് തൊമ്മന്റെ മക്കൾ, 2 പോർട്ടർ കുഞ്ഞാലി. ഓരോ സിനിമയും അദ്ദേഹത്തിന് ഒരു സർവകലാശാലയായിരുന്നു. 1964 ശശികുമാറിന്റെ ജീവിതത്തിലെ ആദ്യത്തെ വലിയ അംഗീകാരം പ്രശസ്ത സംവിധായകൻ PA തോമസിനോടൊപ്പം കുടുംബിനി എന്ന ചിത്രത്തിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. ഇതൊരു സാധാരണ അവസരമായിരുന്നില്ല. സ്വന്തം കഴിവിൽ സിനിമാ ലോകം അർപ്പിച്ച വിശ്വാസമായിരുന്നു അത്. കുടുംബിനി മികച്ച വിജയമായി മാറി. ദേശീയ തലത്തിലും ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു. ആ വിജയത്തോടെ ശശികുമാർ എന്ന പേര് സിനിമാ രംഗത്ത് കൂടുതൽ ശക്തമായി മുഴങ്ങി തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വപ്നം ഇനിയും പൂർത്തിയായിരുന്നില്ല. ഒരു സിനിമ സ്വന്തം പേരിൽ സംവിധാനം ചെയ്യണം. അങ്ങനെയാണ് ശശികുമാർ ആദ്യമായി സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. സിനിമയുടെ പേര് ജീവിതയാത്ര. ഒരു പുതുമുഖ സംവിധായകന്റെ ആദ്യ ചിത്രം. സിനിമ വിജയിക്കുമോ, നിർമ്മാതാവിന്റെ വിശ്വാസം ശരിയാകുമോ? എല്ലാവരും കാത്തിരുന്നു. റിലീസ് ദിവസം എത്തി. അധികം വൈകാതെ തന്നെ ഉത്തരവ് ലഭിച്ചു. ജീവിതയാത്ര പ്രതീക്ഷിച്ച അത്ര വിജയമായില്ല. എന്നാൽ തൊട്ടടുത്ത വർഷം കൂട്ടുകാർ, കൺമണികൾ തുടങ്ങിയ 2 ഹിറ്റ് ചിത്രങ്ങളോടെ ശശികുമാർ തിരിച്ചു വന്നു. അടുത്ത വർഷം 1967 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന കൃതി അദ്ദേഹത്തിന്റെ തന്നെ തിരക്കഥയിൽ സിനിമയാക്കി വലിയ വിജയം അദ്ദേഹം ആവർത്തിച്ചു. ആ വിജയത്തോടെ മലയാള സിനിമയ്ക്ക് വിശ്വസിക്കാവുന്ന ഒരു പുതിയ സംവിധായകന് ലഭിച്ചു. നിർമ്മാതാക്കൾ അദ്ദേഹത്തെ തേടിയെത്തി. നായകന്മാർ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചു. ശശികുമാർ എന്ന പേര് പതിയെ മലയാള സിനിമയിൽ ഉറച്ച സ്ഥാനം നേടിത്തുടങ്ങി. പക്ഷേ വിജയങ്ങൾ ചിലപ്പോൾ ഒരു സംവിധായകന് പുതിയ വഴികൾ പരീക്ഷിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ഒരു തീരുമാനമാണ് ശശികുമാർ എടുത്തത്. 1967 അദ്ദേഹം പതിവ് വാണിജ്യ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കലാപരമായ ചിത്രം ഒരുക്കി. ആ സിനിമയുടെ പേര് കാവാലം ചുണ്ടൻ. ഇതൊരു പരീക്ഷണമായിരുന്നു. വാണിജ്യ വിജയത്തെക്കാൾ കലാപരമായ
അവതരണത്തിന് പ്രാധാന്യം നൽകിയ ഒരു സിനിമ. പക്ഷേ പ്രേക്ഷകർ ആ പരീക്ഷണം സ്വീകരിച്ചില്ല. സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി. ആ പരാജയം ശശികുമാറിനെ ആഴത്തിൽ ബാധിച്ചു. അത് വെറും ഒരു സിനിമയുടെ പരാജയമായിരുന്നില്ല, സ്വപ്നങ്ങളുടെ തകർച്ചയായിരുന്നു. വർഷങ്ങളോളം നേടിയ ആത്മവിശ്വാസം ഒറ്റയടിക്ക് നഷ്ടമായതുപോലെ. അദ്ദേഹം ഒരു കടുത്ത തീരുമാനമെടുത്തു. സിനിമ മതിയാക്കി, മദ്രാസ് വിട്ടു, സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. പിതാവിന്റെ ഓയിൽ മില്ലിൽ ജോലിയിൽ പ്രവേശിച്ചു. സിനിമാ ലോകവുമായി ഇനി ഒരു ബന്ധവുമില്ലെന്ന് തീരുമാനിച്ചു. എന്നാൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ മറന്നില്ല. ആദ്യ സിനിമയിൽ നായകനായിരുന്ന മനുഷ്യൻ, ജീവിതകാലം മുഴുവൻ സുഹൃത്തായി നിന്ന മനുഷ്യൻ, പ്രേം നസീർ. ശശികുമാർ സിനിമ ഉപേക്ഷിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു: ഒരു പരാജയം കൊണ്ട് ഒരു സംവിധായകൻ അവസാനിക്കുന്നില്ല. ആ വാക്കുകൾ ശശികുമാറിന്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറക്കാൻ പോവുകയായിരുന്നു. അതൊരു നടൻ ഒരു സംവിധായകന് നൽകിയ പിന്തുണ മാത്രമായിരുന്നില്ല, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് നൽകിയ ജീവിത വിശ്വാസമായിരുന്നു. ഒടുവിൽ ശശികുമാർ വീണ്ടും മദ്രാസിലേക്ക് മടങ്ങി. ആ തിരിച്ചുവരവ് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായി മാറുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. രണ്ടാം വരവിൽ ശശികുമാർ ഒരു പുതിയ തീരുമാനം എടുത്തിരുന്നു. ഇനി സിനിമ എടുക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് പ്രേക്ഷകനെ കുറിച്ചായിരിക്കണം. കഥ എത്ര നല്ലതാണെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തണം. അതാണ് വിജയത്തിന്റെ യഥാർത്ഥ അളവുകോൽ. ആ ചിന്തയോടെയാണ് അദ്ദേഹം തുടർന്നുള്ള സിനിമകൾ ഒരുക്കിയത്. ബലം, വിജയങ്ങൾ, തുടർച്ചയായ വിജയങ്ങൾ. ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ, ഒരു നിർമ്മാതാവ് കഴിഞ്ഞാൽ മറ്റൊരു നിർമ്മാതാവ്. എല്ലാവർക്കും വേണ്ടത് ഒരേ ഒരു സംവിധായകൻ, ശശികുമാർ. പ്രേം നസീറും ശശികുമാറും വീണ്ടും ഒന്നിച്ചപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വിജയകരമായ കൂട്ടുകെട്ടുകളിൽ ഒന്ന് രൂപപ്പെട്ടു. വർഷങ്ങൾ കടന്നുപോയി, സിനിമകൾ കൂടി, ഹിറ്റുകൾ കൂടി. അവസാനം ആ കൂട്ടുകെട്ട് ചരിത്രം സൃഷ്ടിച്ചു. പ്രേം നസീർ നായകനായി ശശികുമാർ സംവിധാനം ചെയ്തത് 84 സിനിമകൾ. ലോക സിനിമയിൽ പോലും അപൂർവമായ റെക്കോർഡ്. ഇത് വെറും ഒരു സംഖ്യയല്ല, രണ്ട് കലാകാരന്മാർ തമ്മിലുള്ള വിശ്വാസത്തിന്റെ കഥയാണ്. ഇതിനിടയിൽ മലയാള സിനിമയും മാറിക്കൊണ്ടിരുന്നു. പുതിയ പ്രേക്ഷകർ, പുതിയ കഥകൾ, പുതിയ നായകന്മാർ. എന്നാൽ ശശികുമാർ ആ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു. ആക്ഷൻ സൂപ്പർ സ്റ്റാർ ജയൻ എത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം വിജയം സൃഷ്ടിച്ചു. പിന്നീട് പുതിയ തലമുറയുടെ മുഖമായി മമ്മൂട്ടി ഉയർന്നു വന്നു. അദ്ദേഹത്തോടൊപ്പം സിനിമകൾ ഒരുക്കി. ഒരു തലമുറയിൽ ഒതുങ്ങാതെ 3 തലമുറകളുള്ള നായകന്മാരെ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ അസാധാരണമായ കഴിവിന്റെ തെളിവായിരുന്നു. പക്ഷേ ശശികുമാറിന്റെ റെക്കോർഡ് ഇനിയും പറയാനുണ്ട്. 1977, ഒരു വർഷം 15 സിനിമകൾ. അതെ, 365 ദിവസത്തിനുള്ളിൽ 15 സിനിമകൾ. ഇന്ന് കേൾക്കുമ്പോൾ പോലും അവിശ്വസനീയമായി തോന്നുന്ന നേട്ടം. അതിന് പിന്നിൽ ഒരു രഹസ്യമേ ഉണ്ടായിരുന്നുള്ളൂ: അച്ചടക്കം, കഠിനാധ്വാനം, സമയനിഷ്ഠ. അതുകൊണ്ടാണ് നിർമ്മാതാക്കൾ പറയാറുണ്ടായിരുന്നത്, ശശികുമാർ ഉണ്ടെങ്കിൽ സിനിമ സുരക്ഷിതമാണ്. അങ്ങനെ സിനിമകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു. 50, 70, 100, അവസാനം 141 സിനിമകൾ. ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ നേട്ടം. ഇന്നൊരു സംവിധായകൻ ഒരു വർഷം ഒരു സിനിമ പൂർത്തിയാക്കിയാൽ പോലും വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്ന കാലത്ത്, നൂറ്റാണ്ട് മുൻപ് ശശികുമാർ 15 സിനിമകൾ സംവിധാനം ചെയ്തു. അദ്ദേഹം വലിയ പരീക്ഷണങ്ങൾ നടത്തിയ സംവിധായകനല്ല, അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷെ അദ്ദേഹം സ്വയം ഒരു ചോദ്യം ചോദിച്ചിരുന്നു: പ്രേക്ഷകൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ തിയേറ്ററുകളെ സജീവമാക്കിയത്, മലയാള സിനിമയുടെ വാണിജ്യ അടിത്തറ ശക്തിപ്പെടുത്തിയത്. കാലം മാറി, പുതിയ സംവിധായകർ വന്നു, പുതിയ സിനിമാ ഭാഷ വന്നു. അപ്പോഴും ശശികുമാർ സിനിമയ്ക്ക് ജനപ്രീതി കുറഞ്ഞില്ല. പുതുതായി വന്ന താരങ്ങളോടൊപ്പം എല്ലാം അദ്ദേഹം ചിത്രങ്ങൾ ചെയ്തു. ജയനോടൊപ്പം മുക്കുവനെ സ്നേഹിച്ച ഭൂതം, തുറന്ന ജയിൽ തുടങ്ങിയ ചിത്രങ്ങൾ. മമ്മൂട്ടിയോടൊപ്പം അട്ടിമറി, ചക്രവാളം ചുവന്നപ്പോൾ, എന്റേത് മാത്രം തുടങ്ങിയ ചിത്രങ്ങൾ. മോഹൻലാലിനൊപ്പമാണെങ്കിൽ ആട്ടക്കലാശം, ശോഭരാജ്, ഇനിയും കുരുക്ഷേത്രം, 10-ാം ഉദയം തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ. 1990-ൽ സുരേഷ് ഗോപിയോടൊപ്പം രാജവാഴ്ച എന്ന ചിത്രവും 1993-ൽ സംവിധാനം ചെയ്ത ഡോളർ എന്ന ചിത്രമാണ് അദ്ദേഹം അവസാനമായി ചെയ്തത്. 3 പതിറ്റാണ്ടുകൾ നീണ്ട ജോലി അവസാനിപ്പിച്ച് അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു. 2013 കേരള സർക്കാർ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച് മലയാള സിനിമയിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിച്ചു. അത് മലയാള സിനിമയ്ക്ക് അരനൂറ്റാണ്ട് കാലത്തോളം അദ്ദേഹം നൽകിയ സംഭാവനകൾക്കുള്ള മലയാളത്തിന്റെ നന്ദിയായിരുന്നു. ഇന്ന് മലയാള സിനിമയുടെ ചരിത്രം വായിക്കുമ്പോൾ പത്മരാജൻ, ഭരതൻ, KG ജോർജ്, ഇവർക്കൊപ്പം മറ്റൊരു പേര് കൂടി നമ്മൾ ഓർക്കണം: ശശികുമാർ. കാരണം അദ്ദേഹം സിനിമയെ മാറ്റി എഴുതിയ സംവിധായകനൊന്നുമായിരിക്കില്ല, പക്ഷേ മലയാള സിനിമ എന്ന വ്യവസായത്തെ വർഷങ്ങളോളം മുന്നോട്ട് നയിച്ച സംവിധായകരിൽ ഒരാളായിരുന്നു. ഇന്ന് പഴയ മലയാള സിനിമകൾ കാണുമ്പോൾ ടൈറ്റിൽ കാർഡിൽ ഒരു പേര് തെളിഞ്ഞു വരും: സംവിധാനം ശശികുമാർ. അത് കേവലം ഒരു പേരല്ല, ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ സുവർണ മുദ്രയാണ്. അത് ഒരു കാലഘട്ടത്തിൻ്റെ ഒപ്പാണ്, ഒരു നിശബ്ദ ഇതിഹാസമാണ്. അതാണ് ശശികുമാർ.